പ്രിയമുള്ളവരെ, കാക്കക്കാണോന്മാരുടെ പേര് പറഞ്ഞ് എല്ലാവരും ഖുർആൻ ഓതിയില്ലേ, ഞാൻ ഏതാ സ്വീകരിക്കുക, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയാൽ മതി എന്ന വാക്ക് പറഞ്ഞ് അള്ളാന്റെ ദീനിനെ തള്ളിക്കളയുന്നവരോട്, കേവലം ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റിനോട്, ഒരു സോപ്പിനോട്, നിത്യോപയോഗ വസ്തുക്കളോട്, സൂപ്പർ മാർക്കറ്റിലെ നിരവധി കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഞങ്ങളുടേതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോ അതിലെന്റെ സാമ്പത്തികത്തിനും എന്റെ ഉപയോഗത്തിനും നല്ലതിനെ നോക്കാൻ തെരഞ്ഞെടുത്ത ബുദ്ധി കാണിച്ചവരെ സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം ലഭിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതിനേത് പേപ്പേഴ്സ് ശരിയാക്കണമെന്ന്, എവിടെ കൊണ്ടുപോയി കൊടുക്കണമെന്ന്, ഏതൊക്കെ മേഖലകളിൽ ഇടപെടണമെന്ന് വ്യക്തമായി അറിഞ്ഞ് കരുനീക്കുന്നവരെ സ്വർഗനരകത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അതൊന്നും എനിക്കറിയണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ കൈകടിക്കും അല്ലാഹുവിന്റെ ലോകത്തില്. ഞങ്ങളുടെ നാശമേ, ഞാനൊന്നായിരുന്നെങ്കിൽ, അള്ളാഹിനെയും റസൂലിനെയും ഒന്ന് അനുസരിച്ചിരുന്നെങ്കിലെന്ന് അവർ പറയുമെന്നാണ് മറ്റൊരു വിലാപം അല്ലാഹു തആല പറഞ്ഞത്. ചില ആളുകൾ കൈകടിക്കുന്നുണ്ട്. സൂറത്ത് ഫുർഖാൻ അല്ലാഹു തആല പറയാൻ, വയൗമ യഅഉദു ളാലിമു അലാ യദൈഹി, അക്രമിയായ ആളുകൾ അവന്റെ കൈകടിക്കുന്ന ദിവസമുണ്ട്. യഖൂലു യാ ലൈതനി ഇത്തഹതു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞാൻ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, യാ വൈലതാ ലൈതനി ലം അത്തഖിദ ഫുലാനൻ ഖലീലാ, എന്റെ നാശമേ, ഇന്നാലിന്നൊരാളെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ, അള്ളാന്റെ ഹബീബിനെ ഞാനൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, ജൂതനായ മനുഷ്യന് കഴിഞ്ഞതിന് മുമ്പുള്ള ഖുത്ബയിൽ വിശദീകരിച്ച ഭാഗമാണ്. ജൂതനായ മനുഷ്യന് അള്ളാന്റെ ഹബീബിനെ അവഗണിച്ചുകൊണ്ട് ജൂതനായ കൂട്ടുകാരന് വേണ്ടി അള്ളാന്റെ ഹബീബിനോട് ധിക്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുമാർ ഹബീബിനെ ചവിട്ടി താഴെയിട്ടിട്ടുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹിനെ അവഗണിച്ച് കൂട്ടുകാരെ സ്വീകരിച്ചവരോ അല്ല പറയുന്ന വാക്കാ, ആകാശലോകത്തുനിന്ന് ജിബ്രീൽ മുത്തുനബിക്ക് വഹിയും കൊണ്ട് വന്നതാണ്. അവൻ നാളെ കൈകടിക്കും, നബിയേ, എന്റെ നാശമേ, ഇന്നാലിന്നൊരാളെ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നെങ്കിൽ, അള്ളാന്റെ മുത്തുനബിയെ സ്വീകരിച്ചിരുന്നെങ്കിൽ. ഇന്നത്തെ ആധുനിക കാലഘട്ടങ്ങളില് പലരുടെ വാക്കിനെയും സ്വീകരിച്ച് അള്ളാന്റെ ദീന് പഴഞ്ചനാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരോട്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വാഹനം കിട്ടാത്തവരാണ് എന്ന് പറയുന്നവരോട്, പുരോഗമനമില്ലാത്തവരാണെന്ന് ചാപ്പുകുത്തുന്നവരോട്, ധാർമ്മികത എന്താണെന്ന് പറഞ്ഞ് അള്ളാന്റെ വചനങ്ങളോട് മുഖം തിരിച്ച് കളയുന്നുവെങ്കിൽ, അള്ളാന്റെ ധാർമ്മികപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, സാമൂഹ്യ നന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിതെറ്റി മാറി ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മക്കളോടാ പറയണേ. പലരുണ്ടാവും, ഇസ്ലാം അതൊക്കെ പഴഞ്ചനല്ലേ, ജീവിതം അടിച്ചു പൊളിക്കാനാണ് എന്ന് പറയുന്നവർ അള്ളാന്റെ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമ അവർ പറഞ്ഞിരില്ല കേട്ടോ. വൃദ്ധസദനങ്ങൾ അനിവാര്യമെന്ന് വാദിക്കുന്നവരാണ്. മാതാപിതാക്കൾ പോലും ലൈംഗികപരമായി ഉപയോഗപ്പെടുത്താമെന്ന് വാദിക്കുന്നവരാണ് അവർ. നഊദുബില്ല, നിങ്ങളോട് വെറുതെ പറയല്ലേ. നമ്മളുടെ മലയാളത്തിൽ നടന്ന സംസാരം കേരളക്കരയിൽ ആപത്തിനെ മുന്നിൽ കണ്ടതുകൊണ്ടാണ് പള്ളി മിമ്പറിൽ വെച്ച് നിങ്ങളെ പ്രബുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മളുടെ മൂക്കിന്റെ താഴെയാണ് ശിശുരതിക്കും സുവർഗാനുരാഗത്തിനും മൃഗരതിക്കും ശവരതിക്കും വേണ്ടി അവകാശവാദത്തിന് പ്രഖ്യാപന സമ്മേളനം നടത്തി. ഇവിടെ നിന്ന് കേവലം 3/4 മണിക്കൂർ യാത്ര ദൂരത്തിലാണ് പ്രകടനം നടന്നത് എന്ന ബോധ്യത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മക്കളെ വഴിതെറ്റിക്കുന്നത് യു ഓൺലി ലിവ് വൺസ്, ജീവിതം ഒന്നേയുള്ളൂ, മാക്സിമം അടിച്ചു പൊളിക്കാനാണ് എന്ന് പറഞ്ഞ് സ്വതന്ത്ര ചിന്താഗതികളും ലിബറൽ വാദങ്ങളും മക്കളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവരാരുടെ കൂടെ കൂട്ടുകൂടുന്നു എന്ന് നമ്മൾ അറിയണം. ദീനിന്റെ മേഖലയിൽ നിന്ന് വഴിതെറ്റുന്നവരോട് കൈകടിക്കും നാളെ. ഇന്നാലിന്നൊരാളെ സ്വീകരിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ധാർമ്മികത ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇന്ന് പോലും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഗാസയുടെ ഫലസ്തീനിന്റെ മണ്ണിലെ ഭക്ഷണമില്ലാതെ വെലിഞ്ഞ് നമ്മൾ ഒരുപക്ഷെ പലതവണ പറഞ്ഞ് ഇന്ന് നമ്മളുടെ സംസാരങ്ങളും നമുക്കത് ദുആയിൽ പോലും ഉൾപ്പെടുത്താത്ത രൂപത്തിൽ നമ്മൾ മറന്നു കളയുന്ന ഒരു യാഥാർത്ഥ്യങ്ങളിലെ നരനായാട്ട് തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞില്ലേ. തൊലിയുടെ മേലെ ഒട്ടിയ അസ്ഥികളുമായി ഭക്ഷണമില്ലാതെ പട്ടിണി മരണങ്ങൾ ഗാസയുടെ ഫലസ്തീനിന്റെ റഫയുടെ മണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ അനിവാര്യമാണ്, കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളാണ് ഈ ചുറ്റുഭാഗത്തുമുള്ള ആളുകളെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. വല്ലാത്ത അവസ്ഥയല്ലേ നമ്മുടെ വീട്ടിലില്ലേ 3, 4, 5 വയസ്സായ മക്കളില്ലേ? നിങ്ങൾ ചോദിക്കും, മക്കളെ എന്താ മക്കൾക്ക് വേണ്ടേ? അവർക്ക് ബാർബിയുടെ ടോയ്സ് വേണമായിരിക്കാം, അവർക്ക് കളിക്കാനുള്ള വാഹനങ്ങൾ വേണമായിരിക്കാം.
നിങ്ങൾ ചോദിക്കുക, കാറിയൂനുസിലും ഗസയിലൊക്കെ ഉള്ള മക്കളോട് നിങ്ങൾ ചോദിക്കുക എന്താ വേണ്ടേ? ഒരു നേരത്തെ ഭക്ഷണം മക്കൾ വരലിച്ചുകൊണ്ട് ഇരുത്തിന്റെ മണ്ണെന്ന് ബോട്ടിലാക്കി കടലിൽ കയറിയ കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇതൊക്കെ കാണുമ്പോഴും പറയാൻ അവർക്ക് കിട്ടേണ്ടതാണ്. അവര് തീവ്രവാദികളാണ് എന്ന് പറയാൻ ആൾക്കാരാണ്. അവർക്ക് എന്ത് ധാർമ്മികതയാണ്, എന്ത് മനുഷ്യത്വമാണ്, ഒട്ടിയ ശരീരങ്ങളോട് എന്ത് കടമയാണ്. ഈ ആളുകളുടെ ഒക്കെ പിന്നാലെ പോണവരോടാ പറയണേ. നമ്മളൊക്കെ വിചാരിക്കും അവരെ അഭിപ്രായമല്ലേ, അത് അഭിപ്രായമല്ല, ഉള്ളിലെ കറയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ റസൂലിനെ വിട്ടിട്ട് ആ മാർഗത്തിലുള്ള ഒരു കൂട്ടുകെട്ട് വിട്ടിട്ട് മറ്റൊരു വഴി അവലംബിക്കുന്നുവെങ്കിൽ നമ്മളുടെ നാശത്തിലേക്ക് എത്തും. നമ്മളുടെ അടിച്ചുപൊളി ലൈഫിനെ, കൂട്ടുകാരൻ പറഞ്ഞ ലൈഫിന് വാപ്പാന്റെ ദീന് തടസ്സാവും, ഉമ്മാന്റെ ദീന് തടസ്സാവും. അവസാനം ആ ദീനും വേണ്ടെന്ന് പറയും. അവസാനം അതൊന്നും ഇല്ലാത്ത ഞാനൊരു എക്സ് മുസ്ലിമാണ് എന്ന് പറയാൻ മടി കാണിക്കാത്തിടത്തെത്തും. പ്രിയമുള്ളവരെ, ഒരു ആധുനിക രീതിയിൽ ഒരു ചാരിറ്റി ചെയ്യാൻ ഈ ആളുകൾ ഉണ്ടാവില്ല. ഒരു പാവപ്പെട്ടവന് ബ്ലഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെയുള്ള ഒരു ഡയാലിസിസ് സെന്ററിനോട് ഹെൽപ്പ് ചെയ്യാൻ ഒന്നും അവൻ ഉണ്ടാവില്ല. അവനൊക്കെ അവനതിനെതിരാൻ. എന്നിട്ട് അവസാനം ഒന്നുമില്ലാത്ത, മതമില്ലാത്ത അവസ്ഥയിൽ പോയി ഇവിടുന്ന് കുഫ്രിയത്തിലൂടെ ലോകത്തോട് വിട പറയുമ്പോ ആഖിറത്തിൽ വെച്ച് കരയും. ഇന്നാലിന്നൊരാളെ സ്വീകരിച്ചത് അബദ്ധായല്ലോ. ആ വിലാപം ഉണ്ടാവാതിരിക്കാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഈ വിലാപം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം അല്ല പറയാണ്. അവർ മറ്റൊരു വിലാപം അല്ല പറയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ ഫഅന്നാ ലഹു ദിക്റാ. കത്തിയാളെന്ന നരകത്തിനെ ജഹന്നമിന് ഇങ്ങനെ കൊണ്ടുവരുന്ന സന്ദർഭത്തില് ഓർത്തു പോകുന്നുണ്ട് മനുഷ്യന്. പക്ഷേ ആ ഓർമ്മക്ക് എന്ത് കാര്യമാണെന്നല്ല. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഞാനൊന്ന് ചെയ്തിരുന്നെങ്കിൽ അവൻ വിലപിക്കാൻ. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. എൻ്റെ ഈ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഞാനൊന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, വല്ല ലാഭമുണ്ട്? അതുകൊണ്ടൊരു ഫലം കിട്ടും. തിരിച്ചു വരാൻ പറ്റുമോ? അമൽ ചെയ്ത് മടങ്ങിപ്പോവാൻ പറ്റുമോ? അല്ലാഹു തആല പറയും ഇല്ലാട്ടോ. ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും. ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലേ? അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്ക, നിങ്ങൾ ആസ്വദിക്ക. അവൻ ഒരിക്കലും മടക്കിവിടുന്ന ഒരു സാഹചര്യങ്ങളില്ല. അവസരങ്ങൾ ഒരുപാടല്ല തന്നു. അതുകൊണ്ടാ പറഞ്ഞത്, മരണത്തിന് മുമ്പുള്ള ജീവിതമില്ലേ, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യമില്ലേ, വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവന കാലഘട്ടങ്ങളില്ലേ? ഇപ്പൊ ഉപയോഗപ്പെടുത്തിക്കോ. മലക്കുൽ മൗത്തിനെ കൺമുന്നിലൂടെ കാണുമ്പോ, പ്രിയമുള്ളവരെ റൂഹ് വന്ന് തൊണ്ടക്കുടിയിലൂടെ കുരുങ്ങുമ്പോ, ലോകത്തോടുള്ള വേർപാടാണെന്ന് ബോധ്യപ്പെടുമ്പോ, ആ നേരത്തിന് ഒരു അമല് ചെയ്യാനുള്ള അവസരം കിട്ടുമോ എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. ഉള്ള സമയങ്ങളെ മാക്സിമം അറിയോ നിങ്ങൾക്ക്? മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുന്ന സന്ദർഭങ്ങളില് കഴുമരത്തിലേറ്റുമ്പോ അവസാനമായി എന്തെങ്കിലും അന്ത്യാഭിലാഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് എനിക്കൊന്ന് നിസ്കരിക്കണമെന്നാണ്. നമ്മളിലേക്കൊന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുമ്പോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒരുപാടില്ലേ? മരിക്കുന്നതിന് മുമ്പ് മാക്സിമം അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കാൻ പെട്ടെന്നുള്ള 2 റക്അത്തിന്റെ നമസ്കാരങ്ങളെ നിർവഹിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് മരിക്കാനുള്ള ഭയം കൊണ്ടാണ് ഞാൻ സുദീർഘമായി നമസ്കരിക്കുന്നതെന്ന ചിന്ത നിങ്ങളിലില്ലായിരുന്നുവെങ്കിൽ ഇനിയും എന്റെ നാഥന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുമായിരുന്നു എന്നാണ്. എന്റെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ നിങ്ങളോട് പറയാൻ, ഇന്ന് വൈകുന്നേരമാണ് മലക്കുൽ മൗത്ത് നമ്മളിൽ ആരുടെയെങ്കിലും റൂഹിനെ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ അമലിന്റെ അവസ്ഥ എന്താണ്? എന്റെ സൽക്കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്? അമലു സ്വാലിഹാത്തുകളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് മാക്സിമം ഒന്ന് സ്വരൂപിക്കാൻ രാത്രികാലങ്ങളെ 3ആയി പകുത്തു വെച്ച് ഒരു ഭാഗം മുഴുവൻ അല്ലാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്ത്, ഒരു ഭാഗം കിടന്നുറങ്ങി, ഒരു ഭാഗം റസൂലിൽ നിന്ന് പഠിച്ചത് ഹിഫ്ള് ചെയ്ത്, അങ്ങനെ ജീവിതാവസാനം വരെ തുടർന്നു പോയ മഹാനായ ഒരു പണ്ഡിതനുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ ഓരത്ത് ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലം. ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് പോലും മരിക്കണ നേരത്തെ സങ്കടപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ താങ്കള്
നിസ്സാരമല്ലാട്ടോ, നിസ്സാരമല്ലാട്ടോ. ഇന്ന് നിങ്ങൾക്ക് സൗദി അറേബ്യയിലല്ല, യമനിൽ നിന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നാടികൾക്ക് പുറത്ത് കേരളത്തിന്റെ ഈ മലപ്പുറം ജില്ലയുടെ ചങ്ങരംകുളത്തിന്റെ തഖ്വ മസ്ജിദിന്റെ മിമ്പറിൽ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോ അതിന്റെ പുണ്യം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുമാറ് പുണ്യങ്ങൾ സജ്ജമാക്കിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞത് എന്തിനാണെന്നറിയോ? അസ്സഫറു തവീൽ, എനിക്കൊരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യാനുണ്ട്. എന്റെ ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗ്ഗനരകങ്ങളുടെ ദൂരം ഒരുപാടാണ്. പക്ഷെ വസ്സാദു ഖലീൽ, എന്റെ കയ്യിലുള്ള വിഭവങ്ങള് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമ്പോ, പ്രിയമുള്ളവരെ, നമ്മളുടെ കയ്യിൽ എന്താണ്, എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് അമലുകളാ ഉള്ളത്? അതുകൊണ്ടൊന്ന് സജ്ജമായി ഇറങ്ങാൻ, മാക്സിമം സ്വരൂപിക്കാൻ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ കഴിഞ്ഞുപോയ ജീവിതങ്ങളിൽ ഞാനൊന്ന് ചെയ്തു വെച്ചിരുന്നെങ്കിൽ അവസരങ്ങൾ ഉണ്ടാകില്ല. പ്രിയമുള്ളവരെ, 5 വക്തിന്റെ നമസ്കാരങ്ങളെ കൃത്യമായി നമസ്കരിക്കാൻ, അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബുകളെ 12ആയി നിസ്കരിക്കുന്നുവോ, സ്വർഗത്തിൽ ഒരു വീട് പണിയാൻ അല്ലാഹ് അവസരം തന്നിട്ടില്ലേ? ദുനിയാവിൽ ഒരു വീട് പണിയാൻ വേണ്ടി ജീവിതത്തിന്റെ എല്ലാ സത്വങ്ങളും മാറ്റിവെച്ച്, ആസ്വാദനങ്ങളും മാറ്റിവെച്ച്, അറബ് രാജ്യത്തിന്റെ മണ്ണില് പെടാപാടുപെട്ട് അധ്വാനിക്കുന്നവരെ കഫീലുമാരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ചീത്തവാക്കുകളോട് ലജ്ജിച്ച് തലതാഴ്ത്തി നിന്ന് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചവരെ ഒരു വീട് സ്വർഗത്തിൽ പണിയാൻ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഹർഫിന് 10 നന്മ കൂലിയുണ്ടെന്ന് പറഞ്ഞ ഖുർആനില് 3,23,000-ലധികം വരുന്ന ഹർഫുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് എത്ര പാരായണം ചെയ്യാൻ? ഫാത്തിഹ മുതൽ നാസ് വരെ ഇല്ല, ഇവിടെ 40കളും 50കളും 60കളും പിന്നിട്ടവരെ ആയുസിന്റെ തിരശ്ശീലകളിൽ ഒരു തവണയെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനിനെ ഓതി നോക്കി എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ഉണ്ടോ പ്രിയമുള്ളവരെ? ഇതുവരെ എന്റെ ജീവിതത്തിൽ നമസ്കാരങ്ങളിൽ വീഴ്ചയില്ല എന്ന് പറയാൻ, തഹജ്ജുദുകളെ എത്ര കോർത്തിണക്കി എന്ന് പറയാൻ, എന്നിട്ടും നമ്മൾ ചോദിക്കാനുണ്ടോ അല്ലാഹുവിനോട് സ്വർഗ്ഗം എനിക്ക് തരണേയെന്ന്? മുത്തുനബി പറയാണ്, ലോകത്തിൽ ഏറ്റവും വലിയ വിവരദോഷി അവനാണ്, അല്ലദീ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹിൽ ജന്ന, അവന്റെ ദേഹേച്ഛകളുടെ പിന്നാലെ ഓടി സ്വർഗ്ഗം തരണേയെന്ന് ചോദിക്കുന്നവനില്ലേ? ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. അതുകൊണ്ട് കയ്യിലൊന്നുമില്ല പ്രിയമുള്ളവരെ. മഹാനായ ഖബ്ബാബും ഖുബൈബും ബിലാലും ഒക്കെ പോകുന്ന റളിയല്ലാഹു അൻഹു ആ സ്വർഗ്ഗത്തിൽ പോകാനാ നമ്മളും ആഗ്രഹിക്കുന്നത്. അള്ളാന്റെ മാർഗത്തിലൊന്നും സഹിച്ചിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒന്ന് ആവേശം കൊള്ളാൻ, ഒന്ന് ഈമാനൊന്ന് സജ്ജാക്കാൻ, ഒന്ന് പറ നിങ്ങളുടെ നൊമ്പരങ്ങളെ, ത്യാഗങ്ങളെ. ഇല്ലേ ഇങ്ങോട്ട് നോക്ക്, മഹാനായ ഖബ്ബാബിനോട് ഒന്ന് എഴുന്നേൽക്ക് ഖബ്ബാബ്. അദ്ദേഹത്തിന്റെ ആ കരിമ്പടം എടുത്തു മാറ്റുമ്പോ, കൊല്ലന്റെ ആലയെ എന്റെ യജമാനൻ ഒരു കൊല്ലപ്പണിക്കാരനാണ്, ആലയിൽ കല്ലിങ്ങനെ പഴിപ്പിച്ച് അതിൻ്റെ മേലെ എന്നെ കിടത്തി വലിച്ച അടയാളാണെന്ന് പറയുമ്പോൾ, പറ നിങ്ങൾ അള്ളാഹുവിനോട് പറയാൻ ഒരു അമല് നമ്മളുടെ കയ്യിലുണ്ടെന്ന്. ഗുഹയിൽ അകപ്പെട്ട ആളുകൾ സൽക്കർമ്മങ്ങൾ മുന്നിൽ നിർത്തി അള്ളാഹിനോട് പറഞ്ഞ് രക്ഷപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് ഏറ്റു പറയാൻ എൻ്റെ കയ്യിൽ ഒരു സൽക്കർമ്മമുണ്ടെന്ന് പറയാൻ, പ്രത്യേകമായി ഒന്നുണ്ടെന്ന് പറയാൻ നമുക്ക് സജ്ജായിട്ടുണ്ടോ? അതുകൊണ്ട് കരയുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അള്ളാഹ് പറയാൻ പരാജിതന്റെ വാക്കുകളാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. അള്ളാഹ് ഒന്നുകൂടെ ആഡ് ചെയ്ത് പറഞ്ഞില്ലേ, ഫയൗമ ഇദിൽ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. അള്ളാഹു ശിക്ഷിക്കുന്ന പോലെ ഒരാളും ശിക്ഷിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഈ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് സജ്ജമായി നാളെ പരലോകത്തിന്റെ പരാജിതരായി മാറാതിരിക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത് പരലോകത്ത് വെച്ച് വിലപിക്കുന്ന ആളുകൾ ഞങ്ങളൊന്നായിരുന്നെങ്കിൽ എന്ന് പറയുന്ന അപകടകരമായ വസ്തുതകളെയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നോടെന്ന പോലെ നമുക്കെല്ലാവർക്കും ഈമാനികമായിട്ടൊരു മാറ്റം ഉണ്ടാവാനാണ്. ഈ ഒരു കരച്ചിലിൻ്റെ ആളുകളായിട്ട് നമ്മൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരായത്ത് കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹഖ
നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു വെച്ചത് ആ ഗ്രന്ഥരൂപത്തിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സ്വർഗമാണ്, അവർക്കുന്നതമായ മഹത്വപരമായ ശ്രേഷ്ഠതകളൊക്കെ അല്ലാഹ് സ്വർഗത്തിൻ്റെ അനുഭൂതികളൊക്കെ പറഞ്ഞു വന്നിട്ട് കരയുന്ന ഒരാളെ പറ്റി അല്ലാഹ് പറഞ്ഞു. ഇതാരെന്നറിയോ? ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ എനിക്കത് കിട്ടാതിരുന്നെങ്കിൽ, എനിക്ക് ആ ഗ്രന്ഥമൊന്ന് ലഭിക്കാതിരുന്നെങ്കിൽ എന്നവൻ പറയുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ. ദുനിയാവിൽ ചെയ്തു വെച്ചത് എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ. എന്നാൽ അവൻ അറിയും നമ്മൾ വിചാരിക്കണ പോലെ സ്വർഗം നരകമൊക്കെ ഒക്കെ അവസാനത്തിലല്ലേ. അല്ലാട്ട് മരണം മുതൽ അറിയും അനുഭൂതികൾ. റൂഹ് പിടിക്കുന്ന അവസ്ഥയിലെ, മയ്യത്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിലെ, ഖബറിന്റെ ഭയാനകതയിലെ, ബാസിന്റെ സന്ദർഭങ്ങളിലെ, അവന്റെ വിചാരണയുടെ വേളകളിൽ, അവന്റെ ഗ്രന്ഥം നൽകുന്ന വേളകളിൽ അവനറിയും അവന്റെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് പേടിച്ചരണ്ട് നിൽക്കുന്ന സാഹചര്യം അവൻ കരഞ്ഞിട്ട് പറയാണ്, ലമൂത്ത കിതാബിയ, എനിക്കത് കിട്ടാതിരുന്നെങ്കിൽ, എനിക്കത് കിട്ടാതിരുന്നെങ്കിൽ, വലമ്മദിരിമാ ഹിസാബിയ, വലമ്മദിരിമാ ഹിസാബിയ, എന്റെ വിചാരണ അറിയാതിരുന്നെങ്കിലെന്ന്. പ്രിയമുള്ളവരെ, രക്ഷപ്പെടാൻ പഴുതുകളില്ലാതെ ദുനിയാവിന്റെ മുഴുവൻ സാഹചര്യങ്ങളെയും കൊണ്ടുവന്ന് റബ്ബ് വിചാരണ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹ് വിടില്ല കേട്ടോ. ഒരാളെയും അല്ലാഹു വിടില്ല. പരിപൂർണമായി ആ ഗ്രന്ഥം കിട്ടുമ്പോൾ ചില ആളുകൾ പറയില്ലേ, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തോ ഒരു ഗ്രന്ഥം റബ്ബേ, ചെറുതും വലുതുമായിട്ട് ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ, ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ. നിസ്സാരമെന്ന് നമ്മൾ കരുതിയത് അള്ളാന്റെ കോടതിയിലാണ്, അള്ളാന്റെ കോടതിയിലാണ്. അവനോ പേടിക്കുക, വിചാരണ ഞാനൊന്നും അറിയാതിരുന്നെങ്കിൽ, എനിക്ക് ആ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ. അള്ളാഹു പറയിപ്പിക്കുന്നത് ആരെ കൊണ്ടെന്നറിയോ? അള്ളാഹു സാക്ഷിയാണ്, അള്ളാന്റെ മലക്കുകൾ സാക്ഷിയാണ്. മയൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സാക്ഷികളാണ്, ഗ്രന്ഥങ്ങൾ സാക്ഷികളാണ്. ഈ ശരീരം പോലും മൊഴി പറയുന്ന ഒരു ലോകമാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായ അല്ലാഹ് സീല് വെക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ അല്ലാഹുവിനോട് സാക്ഷി പറയും. എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ശരീരമല്ലാതെ ഏതെങ്കിലും ഒരു തെറ്റിക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ശരീരമാണ് നമുക്കെതിരെ പറയണേ. ഒന്നുകൂടെ സൂറത്ത് ഫുസ്സിലത്ത്, സൂറത്ത് ഫുസ്സിലത്ത് അല്ലാഹ് പറയാണ്, അല്ലാഹ് പറയാണ്, അല്ലാഹുവിനോട് സാക്ഷി പറയുന്നത് ആരാണ്? സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും. അവരുടെ കേൾവികളാണ്, കാഴ്ചകളാണ്, തൊലികളാണ്. ആരാരും അറിയാതെ ഇരുട്ടിന്റെ മറവിലൂടെ കണ്ട ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കണ്ടുപോയത് റബ്ബേ. വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ കേട്ടുപോയ ഹറാമുകളോട് കാത് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കേട്ടുപോയതല്ലോ. അവന്റെ തൊലികൾ പറയുന്നുണ്ട്, റബ്ബേ എന്നെ കൊണ്ടാണ് തൊട്ടുപോയതല്ലോ. തൊടാൻ പാടില്ലാത്തവരെ തൊട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, സോഷ്യലിസത്തിന്റെ പേര് പറഞ്ഞ് വ്യഭിചാരത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോയവരുണ്ടെങ്കിൽ, ഹറാമായവരോട് ഷെയ്ക്കൻഡ് കൊടുത്തവരുണ്ടെങ്കിൽ, ഒന്ന് ടച്ച് ചെയ്തവരുണ്ടെങ്കിൽ, അങ്ങേ അവസാനത്തെ വ്യഭിചാരമെന്ന് പറഞ്ഞില്ല, കണ്ണിന്റെ, കാതിന്റെ, കയ്യിന്റെ വ്യഭിചാരങ്ങൾ ചെയ്തവര് അള്ളാന്റെ കോടതിയിലൂടെ സാക്ഷി പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് തൊട്ടുപോയതല്ലോ. നമ്മൾ മാന്യന്മാരായിരിക്ക, ആരും നമ്മളെ പിടിച്ചിട്ടില്ലായിരിക്ക, ആരും നമ്മളെ കണ്ടിട്ടില്ലായിരിക്ക. പക്ഷെ ഹറാമിലേക്ക് നടന്നു പോയപ്പോ ഈ ശരീരം കൊണ്ടല്ലേ പോയെ? ഈ ശരീരം അല്ലാഹുവിനോട് പറയുമല്ലോ, ഇവൻ എന്നെ കൊണ്ട് തൊട്ടിട്ടുണ്ടല്ലോ. അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ, പ്രിയമുള്ളവർ, ഈ തൊലി 42 മുഴമായി വേദനകളുടെ കാഠിന്യം വെന്തൂരുകി വീണ്ടും വീണ്ടും തൊലികൾ മാറി അനുഭവിക്കുമ്പോ, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിതും അലൈനാ, എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞ്? ഖാലു അൻതകനല്ലാഹ് അൻതക കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് എന്നെയും സംസാരിപ്പിച്ചതാണ്, എന്നെ സംസാരിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിചാരണയുടെ ഗാംഭീര്യം, ആ വിചാരണയുടെ കാഠിന്യം, അതാണ് കരഞ്ഞിട്ട് പറയണത്, എനിക്കതൊന്നും ഉണ്ടാകാതിരുന്നെങ്കിൽ, എന്റെ ആധിപത്യം എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. അവൻ പറയും, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ, അവൻ പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവിൽ ആധിപത്യങ്ങളും സമ്പത്തൊന്നും ഉപകരിപ്പെടുത്താൻ ആ ഒരു പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഖുർആൻ പറഞ്ഞ ഞാനൊന്നായിരുന്നെങ്കിൽ എന്ന് സങ്കടപ്പെടുന്ന
ഈ ഖുർആനിൻ്റെ സംഭാഷണങ്ങളെ ജീവിതത്തിലെ ഒരു ഭയപ്പാടോടെ കണ്ട് ആ പരാജിതനായിട്ട് ഞാൻ മാറില്ല എന്ന നിയ്യത്തോടുകൂടെ വേണം ഇൻഷാ അല്ലാഹ് ഈ തഖ്വയിലെ ഖുത്ബ കഴിഞ്ഞ് നമുക്ക് പുറത്തു പോകാൻ.